തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു. ഇത് രണ്ടും കണ്ടുകൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമിത്ഷാ വീണ്ടും കേരളത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ മാസം വന്ന് പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് പ്രവർത്തകർക്ക് നിർദ്ദേശവും നൽകിയ അമിത്ഷാ വീണ്ടും എത്തുമ്പോൾ 100 ദിവസത്തെ കർമ്മ പദ്ധതികളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിത്തട്ടിൽ വേരോട്ടമുണ്ടാക്കുക. തുടർന്ന് വേണം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ. അടിത്തട്ടെന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുക, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പിന്നീട് നിയമസഭയിലേക്ക്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും അണിയറയിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. BJP ഏതാണ്ട് ഒരു 40 സീറ്റുകളിൽ അതിപ്രധാനമായിട്ട് നോട്ടമിട്ടിട്ടുണ്ട്. ആ 40 സീറ്റുകളിലേക്കുള്ള പട്ടികയാണ് ആദ്യം പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. അത് അമിത്ഷാ തന്നെ ആ പ്രഖ്യാപനവും നടത്തും. ഈ 40 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതില് ഈ 40ഓളം മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതില് BJPയുടെ ഗുജറാത്ത് എന്ന് പറയുന്നതാണ് നേമം മണ്ഡലം. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. ആദ്യം കിട്ടിയ മണ്ഡലം 2021 കൈവിട്ടു പോയതുകൊണ്ട് അത് തിരികെ പിടിക്കുക എന്നുള്ളതാണ് പാർട്ടി ആലോചിക്കുന്ന മറ്റൊരു കാര്യം. ഗവർണർ സ്ഥാനത്ത് നിന്ന് നേമത്ത് മത്സരിപ്പിക്കാൻ കൊണ്ടുവന്ന കുമ്മനം രാജശേഖരനെ വീണ്ടും നേമത്ത് നിർത്താനുള്ള സാധ്യതയില്ല, വിജയസാധ്യത കുറവാണെന്നാണ് RSS വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കുമ്മനം രാജശേഖരനെ ആറന്മുളയിലേക്ക് വിടുക. ആറന്മുളയില് ഇപ്പോൾ സിറ്റിംഗ് MLA വീണ ജോർജ് ആണ്. വീണ ജോർജിനെതിരെ പരക്കെ CPM-നകത്ത് തന്നെ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയരുന്ന സാഹചര്യത്തിലും ഭരണവിരുദ്ധ തരംഗത്തിലും BJPക്ക് നേട്ടം കൊയ്യാൻ കഴിയും എന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. നിയമം അഭിമാനമായിട്ടുള്ള ഒരു പോരാട്ടമായതുകൊണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ തന്നെ, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കട്ടെ എന്നാണ് പാർട്ടി തീർച്ചപ്പെടുത്തുന്നത്. RSS അതുതന്നെയാണ് മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മറ്റ് തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ BJP ഏറെ നാളുകളായിട്ട് 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് കോൺഗ്രസിന്റെ കൈകളിൽ ഇരുന്ന മണ്ഡലം പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ CPM-ലേക്ക് പോയതാണ്. ഇവിടെ K മുരളീധരൻ മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ UDF-ൽ നിന്ന്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJP-യിൽ നിന്ന് പത്മജ വേണുഗോപാൽ ആയിരിക്കും മത്സരിക്കുക. CPM-ൽ നിന്ന് ഒരുപക്ഷെ VK പ്രശാന്ത് തന്നെ മത്സരിക്കും. അപ്പോൾ മത്സരം അതിശക്തമായ ത്രികോണ മത്സരം, അതുപോലെ തന്നെ ആ മണ്ഡലത്തിനും ഏറെ പ്രത്യേകതകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇനി അഥവാ മുരളീധരൻ മത്സരിക്കുന്നില്ല എങ്കിൽ പത്മജ വേണുഗോപാലിനെ സ്വന്തം തട്ടകമായ തൃശ്ശൂരിലേക്ക് വിടും. തൃശ്ശൂരിൽ 2021 നിയമസഭയിലേക്ക് പത്മജ മത്സരിച്ചതാണ്. ഏതാണ്ട് 1000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. അതുകൊണ്ട് പത്മജയ്ക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു പിൻബലം ഉണ്ട്. പിന്നെ സുരേഷ് ഗോപി പാർലമെന്റിൽ നേടിയ വിജയം, ഇതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ വിജയസാധ്യതയുള്ള ഇടമായിട്ടാണ് തൃശ്ശൂർ കാണുന്നത്. അപ്പോൾ വട്ടിയൂർക്കാവ് കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം സെൻട്രൽ BV രാജേഷ് ആയിരിക്കും മത്സരിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് തിരുവനന്തപുരത്തെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം. കഴക്കൂട്ടത്ത് 2016 V മുരളീധരൻ മത്സരിച്ച് 2021 വന്നിട്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു. BJPക്ക് വലിയ മുന്നേറ്റം കുറിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്.
അതുപോലെ തന്നെ വി മുരളീധരൻ അടിത്തട്ട് കഴക്കൂട്ടം അടിത്തട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. അപ്പോൾ കൂടുതൽ ജനങ്ങളുമായിട്ട് സംവദിക്കാനും മണ്ഡലവുമായിട്ട് അടുത്ത പരിചയവും വി മുരളീധരന് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി മുരളീധരനെ അവിടെ നിർത്തുക. പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ എതിർ നിൽക്കുന്ന ഒരു പക്ഷമാണ് വി മുരളീധരൻ പക്ഷം. ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുരളീധരനെ തഴയുകയാണെന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വസ്തനായിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ് കഴക്കൂട്ടത്ത് മത്സരിക്കും. അതല്ല, മുരളീധരനാണ് മത്സരിക്കുന്നതെന്നുണ്ടെങ്കിൽ സുരേഷിനെ കോവളം മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ തീർച്ചപ്പെടുത്തുകയും ചെയ്യും. മറ്റൊരു ഏറെ വിജയസാധ്യതയുള്ള മണ്ഡലം തന്നെയാണ് കാട്ടാക്കട. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വി മുരളീധരൻ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയിടത്ത് കൃഷ്ണദാസിനെ തന്നെയാണെന്നതുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. അവിടെ വിജയം ഉറപ്പാക്കാവുന്ന ഒരിടമാണ്. കെ സുരേന്ദ്രൻ, ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, എവിടെ മത്സരിക്കും? കോന്നിയിലായിരിക്കുമോ മഞ്ചേശ്വരത്തായിരിക്കുമോ അതോ രണ്ടിടത്തും മത്സരിക്കുമോ എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ സുരേന്ദ്രന് ഏറെ സാധ്യത കാണുന്നത് ശിവഗിരി ഉൾപ്പെടുന്ന വർക്കല നിയമസഭാ മണ്ഡലത്തിൽ കൊണ്ടുവരാനാണ്. വർക്കല മുനിസിപ്പാലിറ്റി പോലും ഏതാണ്ട് ബി.ജെ.പിയുടെ കൈകളിലേക്ക് അടുക്കുന്ന ഒരു സാധ്യതയിലേക്കാണ് നിൽക്കുന്നത്. ഈ അവസരത്തിൽ സുരേന്ദ്രന് ഏറെ സാധ്യത കാണുന്നത് കൊണ്ട് വർക്കല നേടാൻ കഴിയും സുരേന്ദ്രനെ ഇറക്കിയാൽ എന്ന് പാർട്ടി കരുതുന്നുണ്ട്. അതുപോലെ ചെങ്ങന്നൂരിൽ ഗോവയിലെ മുൻ ഗവർണറായിരുന്ന PS ശ്രീധരൻപിള്ള അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കി ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തെ ചെങ്ങന്നൂരിൽ മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. 2016 ശ്രീധരൻപിള്ള ചെങ്ങന്നൂരിൽ മത്സരിച്ചതാണ്. അന്ന് അതിശക്തമായ ചതുഷ്കോണ മത്സരവും കൂടിയാണ് ചെങ്ങന്നൂരിൽ ഉണ്ടായിരുന്നത്. കാരണം ശോഭന ജോർജ് കോൺഗ്രസിൽ നിന്ന് ഇടഞ്ഞ് സ്വതന്ത്രയായി മത്സരിച്ചു. ശോഭന ജോർജ് ഏറെ വോട്ട് നേടുകയും ചെയ്തു. ശോഭന ജോർജിന് അവിടെ വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ PS ശ്രീധരൻപിള്ളയ്ക്ക് വെൺമണി സ്വദേശിയായിട്ടുള്ള അദ്ദേഹത്തിന് ഏറെ ബന്ധവും ആ മണ്ഡലത്തിലുണ്ട്. ഇനിയും ബി.ജെ.പിയുടെ ഒരു തീപ്പൊരിയായിട്ട് നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കും എന്ന് പലരും അന്വേഷിക്കുന്ന ഒരു ചോദ്യമാണ്. ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കായംകുളം മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നതാണ്. പക്ഷേ കായംകുളത്ത് നിന്ന് കൂടുതൽ സാധ്യത കാണുന്നത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കാണ്. അവിടെ ബി.ജെ.പി സുരേഷ് ഗോപി 1ാം സ്ഥാനത്ത് എത്തിയ മണ്ഡലം എന്നാണ്. ഗുരുവായൂർ ഒഴികെ ബാക്കി 6 മണ്ഡലങ്ങളിലും ബി.ജെ.പി 1ാമത് എത്തി എന്നുള്ളതാണ്. അപ്പോൾ പുതുക്കാടാണ് ശോഭാ സുരേന്ദ്രന് മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അഥവാ അതിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കായംകുളത്തേക്ക് വരും. കാരണം കായംകുളം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലാണ്. അവിടെയും ബി.ജെ.പിക്ക് വലിയ സാധ്യത ഉണ്ടായിരുന്ന ഇടമാണ്. തിരുവല്ലയിൽ ബി.ജെ.പിയിലെ ക്രൈസ്തവ മുഖമായ അനൂപ് ആന്റണിയെ മത്സരിപ്പിക്കും. അതുപോലെ പൂഞ്ഞാറിൽ PC ജോർജിന്റെ തട്ടകത്ത് അവിടെ PC ജോർജ് തന്നെയും ഷോൺ ജോർജിനെ പാലയിലും മത്സരിപ്പിക്കും. ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നതും പാലയാണ്. ഇനിയിപ്പോൾ കായംകുളത്ത് മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തുന്നത് ശോഭാ സുരേന്ദ്രനെ ആദ്യഘട്ടങ്ങളിൽ പേര് പറഞ്ഞിരുന്നു. പക്ഷേ അത് NDAയിലെ ഘടകകക്ഷിയായ BDJS ഇതിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും എന്നാണ് അറിയുന്നത്. കണ്ണൂരിലെ 2021 ധർമ്മടത്ത് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന CK പത്മനാഭൻ കണ്ണൂരിൽ മത്സരിക്കും. അപ്പോൾ എന്തായാലും അതിനിർണായകമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ബി.ജെ.പി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ഇത്തരത്തിലുള്ള കുറെ മണ്ഡലങ്ങളാണ്. അതിന്റെ ആദ്യ പട്ടിക ഏതാണ്ട് ഒരു 40 മണ്ഡലങ്ങളിലെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക അധികം വൈകാതെ തന്നെ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.